എഡ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലാബോറട്ടറി എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലാബോറട്ടറി എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ത്രിപുര. ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലാബോറട്ടറി ത്രിപുരയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. സംഖ്യ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതാര്? സംഖ്യ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? ഓപ്ഷൻ എ PC മഹലനോബിസ്. PC മഹലനോബിസ് ആണ് സംഖ്യ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. നെഞ്ചിനെ വയറിൽ നിന്ന് വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭാഗം അറിയപ്പെടുന്നത്? നെഞ്ചിനെ വയറിൽ നിന്ന് വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭാഗം അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ഡയഫ്രം. ഡയഫ്രം ആണ് നെഞ്ചിനെ വയറിൽ നിന്ന് വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭാഗം. ചുവടെ തന്നിരിക്കുന്നവയിൽ ടൈറ്റാനിയത്തിൻ്റെ അയിരേത്? തന്നിരിക്കുന്നവയിൽ ടൈറ്റാനിയത്തിൻ്റെ അയിര് ഏതാണ്? ഓപ്ഷൻ എ റൂട്ടൈൽ. റൂട്ടൈലാണ് തന്നിരിക്കുന്നവയിൽ ടൈറ്റാനിയത്തിൻ്റെ അയിര്. ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പ്രസ്ഥാനം എന്നറിയപ്പെട്ടത്? ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പ്രസ്ഥാനം എന്നറിയപ്പെട്ടത്? ഓപ്ഷൻ ബി ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനമാണ് ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പ്രസ്ഥാനം എന്നറിയപ്പെട്ടത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്കൃഷ്ട ലോഹങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? കൊടുത്തിരിക്കുന്നവയിൽ ഉത്കൃഷ്ട ലോഹങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ചെമ്പ്. ചെമ്പാണ് തന്നിരിക്കുന്നവയിൽ ഉത്കൃഷ്ട ലോഹങ്ങളിൽ ഉൾപ്പെടാത്തത്. ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണ്? ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണ്? ഓപ്ഷൻ സി 230. 230 വോൾട്ടാണ് ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ്. ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ഓപ്ഷൻ സി ഗുജറാത്ത്. ഗുജറാത്താണ് ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ചുവടെ പറയുന്നവയിൽ ശരിയായത് ഏതെല്ലാം? ഗ്യാസോലിൻ പെട്രോൾ, ഹാർഡ് കോൾ ആന്ത്രസൈറ്റ്, സോഫ്റ്റ് കോൾ ബിറ്റുമിനസ് കോൾ, ബ്രൗൺ കോൾ ലിഗ്നൈറ്റ്. പറയുന്നവയിൽ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 3, 4. തന്നിരിക്കുന്ന 4 തന്നെ ശരിയായതാണ്. ഭരത് അവാർഡ് നേടിയ ആദ്യത്തെ മലയാള നടൻ ആരാണ്? ഭരത് അവാർഡ് നേടിയ ആദ്യത്തെ മലയാള നടൻ ആരാണ്? ഓപ്ഷൻ ഡി PJ ആൻ്റണി. PJ ആൻ്റണിയാണ് ഭരത് അവാർഡ് നേടിയ ആദ്യത്തെ മലയാള നടൻ. തൈറോയിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗമേത്? തൈറോയിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗം? ഓപ്ഷൻ ബി ഗോയിറ്റർ. ഗോയിറ്റർ ആണ് തന്നിരിക്കുന്നവയിൽ തൈറോയിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗം. തടാകങ്ങൾ സംസ്ഥാനങ്ങൾ ശരിയായത് ഏതെല്ലാം? കൊല്ലേരു ആന്ധ്രാപ്രദേശ്, ലോക്തക് മണിപ്പൂർ, ഗോവിന്ദ് സാഗർ ഹിമാചൽ പ്രദേശ്, ലോണാർ മഹാരാഷ്ട്ര.
തടാകങ്ങൾ അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ. ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3, 4 തന്നിരിക്കുന്ന 4 തന്നെ ശരിയായതാണ്. കേരള സർക്കാർ നടപ്പിലാക്കിയ സുകൃതം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? കേരള സർക്കാർ നടപ്പിലാക്കിയ സുകൃതം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി ക്യാൻസർ. കേരള സർക്കാർ നടപ്പിലാക്കിയ സുകൃതം പദ്ധതി ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ പിതാവ്. ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ പിതാവ്. ഓപ്ഷൻ എ അലക്സാണ്ടർ കണ്ണിങ്ഹാം. അലക്സാണ്ടർ കണ്ണിങ്ഹാമാണ് ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ പിതാവ്. അംബേദ്കറുടെ സമാധിസ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു? അംബേദ്കറുടെ സമാധിസ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ചൈത്രഭൂമി. അംബേദ്കറുടെ സമാധിസ്ഥലം ചൈത്രഭൂമി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം. ഓപ്ഷൻ എ 2005. 2005 ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസാക്കിയത്. മുഖം നോക്കുന്നതിനുപയോഗിക്കുന്ന ദർപ്പണമേത്? മുഖം നോക്കുന്നതിനുപയോഗിക്കുന്ന ദർപ്പണം. ഓപ്ഷൻ സി സമതല ദർപ്പണം. മുഖം നോക്കുന്നതിന് ഉപയോഗിക്കുന്നത് സമതല ദർപ്പണമാണ്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം. ഓപ്ഷൻ എ ആറ്റോമിക് നമ്പർ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ആറ്റോമിക് നമ്പർ. ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ വനിത ആര്? ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ വനിത. ഓപ്ഷൻ ഡി പ്രതിഭ പാട്ടീൽ. പ്രതിഭ പാട്ടീലാണ് ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ വനിത. നാഥുല ചുരം ഏതൊക്കെ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? നാഥുല ചുരം ഏതൊക്കെ പ്രദേശങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഓപ്ഷൻ എ നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിം ടിബറ്റ്. സിക്കിമിനെയും ടിബറ്റിനെയുമാണ് നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത്. ടണൽ ഓഫ് ടൈം ആരുടെ ആത്മകഥയാണ്? ടണൽ ഓഫ് ടൈം ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ സി RK ലക്ഷ്മൺ. RK ലക്ഷ്മണിൻ്റെ ആത്മകഥയാണ് ടണൽ ഓഫ് ടൈം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത്. ഓപ്ഷൻ സി 1956. 1956 ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത്. സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഗ്രഹം. സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഗ്രഹം. ഓപ്ഷൻ ബി ഭൂമി. ഭൂമിയാണ് സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഗ്രഹം. കാലിയം എന്നത് ഏത് മൂലകത്തിൻ്റെ ലാറ്റിൻ നാമമാണ്? കാലിയം എന്നത് ഏത് മൂലകത്തിൻ്റെ ലാറ്റിൻ നാമമാണ്?
ഓപ്ഷൻ എ പൊട്ടാസ്യം. പൊട്ടാസ്യത്തിൻ്റെ ലാറ്റിൻ നാമമാണ് കാലിയം. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ്? ഓപ്ഷൻ എ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലത്താണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത്. കലോറിഫിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം. കലോറിഫിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം. ഓപ്ഷൻ സി ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് കലോറിഫിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം. സിനിമാ രംഗത്തെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അവാർഡ്. സിനിമാ രംഗത്തെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അവാർഡ്. ഓപ്ഷൻ ഡി ദാദാസാഹിബ് ഫാൽക്കെ. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡാണ് സിനിമാ രംഗത്തെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അവാർഡ്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖ. പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖ. ഓപ്ഷൻ എ ഓർണിത്തോളജി. ഓർണിത്തോളജിയാണ് പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖ. ആറ്റം ബോംബിൻ്റെ പിതാവ്. ആറ്റം ബോംബിൻ്റെ പിതാവ്. ഓപ്ഷൻ ഡി റോബർട്ട് ഓപ്പൻഹൈമർ. റോബർട്ട് ഓപ്പൻഹൈമർ ആണ് ആറ്റം ബോംബിൻ്റെ പിതാവ്. മുട്ടത്തോട് നിർമ്മിച്ചിരിക്കുന്ന വസ്തു ഏത്? മുട്ടത്തോട് നിർമ്മിച്ചിരിക്കുന്ന വസ്തു. ഓപ്ഷൻ എ കാൽസ്യം കാർബണേറ്റ്. മുട്ടത്തോട് നിർമ്മിച്ചിരിക്കുന്ന വസ്തു കാൽസ്യം കാർബണേറ്റ് ആണ്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിതമായ വർഷം ഏത്? ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിതമായ വർഷം ഏത്? ഓപ്ഷൻ സി 1903. 1903 ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിതമായത്. സൂപ്പർസോണിക് വിമാനങ്ങളുടെ നിർമ്മിതിക്ക് ഉപയോഗിക്കുന്ന ലോഹം. സൂപ്പർസോണിക് വിമാനങ്ങളുടെ നിർമ്മിതിക്ക് ഉപയോഗിക്കുന്ന ലോഹം. ഓപ്ഷൻ ബി ടൈറ്റാനിയം. ടൈറ്റാനിയമാണ് സൂപ്പർസോണിക് വിമാനങ്ങളുടെ നിർമ്മിതിക്ക് ഉപയോഗിക്കുന്ന ലോഹം. വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്? വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്? ഓപ്ഷൻ സി 86-ാം ഭേദഗതി. ഭരണഘടനയുടെ 86-ാം ഭേദഗതി അനുസരിച്ചാണ് വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഓപ്ഷൻ എ ലാല അമർനാഥ്. ലാല അമർനാഥാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനം.
ഓപ്ഷൻ എ അപ്പിക്കോ പ്രസ്ഥാനം. അപ്പിക്കോ പ്രസ്ഥാനമാണ് വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനം. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ഡി കണ്ണൂർ. കണ്ണൂരിലാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം. ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും നിലവിൽ വന്നത് ഏത് സമ്മേളന തീരുമാനപ്രകാരമാണ്? ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും നിലവിൽ വന്നത് ഏത് സമ്മേളന തീരുമാനപ്രകാരമാണ്? ഓപ്ഷൻ സി ബ്രെട്ടൻ വുഡ്സ്. ബ്രെട്ടൻ വുഡ്സ് സമ്മേളന തീരുമാനപ്രകാരമാണ് ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും നിലവിൽ വന്നത്. അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണം ഏത്? അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണം ഏതാണ്? ഓപ്ഷൻ സി ഗാമ കിരണം. തന്നിരിക്കുന്നവയിൽ ഗാമ കിരണമാണ് അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണം. ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഖേഡ കർഷക സമരം നടന്ന വർഷം? ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഖേഡ കർഷക സമരം നടന്ന വർഷം? ഓപ്ഷൻ ബി 1918. 1918 ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഖേഡ കർഷക സമരം നടന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആര്? ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ എ വി വി ഗിരി. വി വി ഗിരിയായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ്. പ്രധാനമായും ഏത് ഭാഷയിലുള്ള ഒരു സാഹിത്യരൂപമാണ് വചനസാഹിത്യം? പ്രധാനമായും ഏത് ഭാഷയിലെ ഒരു സാഹിത്യരൂപമാണ് വചനസാഹിത്യം? ഓപ്ഷൻ ബി കന്നഡ. പ്രധാനമായും കന്നഡ ഭാഷയിലെ ഒരു സാഹിത്യരൂപമാണ് വചനസാഹിത്യം. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏത്? ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? ഓപ്ഷൻ സി വയനാട്. വയനാടാണ് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം. ഉമിനീർ ഏത് ഭക്ഷ്യഘടകത്തിന്മേലാണ് പ്രവർത്തിക്കുന്നത്? ഉമിനീർ ഏത് ഭക്ഷ്യഘടകത്തിന്മേലാണ് പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ ഡി അന്നജം. ഉമിനീർ അന്നജത്തിന്മേലാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആര്? ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ ഇന്ത്യൻ പ്രസിഡന്റ്. ഇന്ത്യൻ പ്രസിഡന്റാണ് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത്. ഫ്ലൈയിങ് സിഖ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ കായിക താരം ആര്? ഫ്ലൈയിങ് സിഖ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ കായിക താരം? ഓപ്ഷൻ എ മിൽഖ സിംഗ്. മിൽഖ സിംഗ് ആണ് ഫ്ലൈയിങ് സിഖ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ കായിക താരം. സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള മൂലകമേത്? സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള മൂലകം? ഓപ്ഷൻ ബി ബ്രോമിൻ. ബ്രോമിനാണ് സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള മൂലകം. മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്?
മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഓപ്ഷൻ എ പശ്ചിമഘട്ടങ്ങളുടെ കിഴക്കുവശം. പശ്ചിമഘട്ടങ്ങളുടെ കിഴക്കുവശമാണ് മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം. ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ എന്തിനെയാണ് സൂചിപ്പിച്ചത്? ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ എന്തിനെയാണ് സൂചിപ്പിച്ചത്? ഓപ്ഷൻ ഡി ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളായിരുന്നു ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ സൂചിപ്പിച്ചത്. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ജീവകം. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ജീവകം. ഓപ്ഷൻ ഡി ജീവകം ഇ. ജീവകം ഇ ആണ് പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ജീവകം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.